PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025-2026 കാലഘട്ടത്ത് PSC എക്സാമുകൾ ചോദിച്ച കറണ്ട് അഫയർ ചോദ്യോത്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ 10th ലെവൽ പ്രിലിംസ് എക്സാം എഴുതുന്നവർ ഇത് മുഖ്യമായിട്ടും ശ്രദ്ധിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ലയാണ്. ആരാണ്? ശുഭാംശു ശുക്ലയാണ്. കേരള സർക്കാരിൻ്റെ കിടപ്പു രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതി ഏതാണ്? ആശ്വാസകിരണം എന്നത് കേരള ഗവൺമെന്റിന്റെ കിടപ്പു രോഗികൾക്കായിട്ടുള്ള ശുശ്രൂഷാപരമായിട്ടുള്ള പദ്ധതിയാണ് ആശ്വാസകിരണം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. എന്താണ് ഗണതന്ത്ര മണ്ഡപം എന്നറിയപ്പെടുന്നത്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളാണ് ഗണതന്ത്ര മണ്ഡപം. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. 5ാമത്തെ ചോദ്യം: ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ആരാണ്? ഓപ്പറേഷൻ സിന്ദൂർ പേരിട്ടത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക ദൗത്യത്തിന് പേര് നൽകിയത്. ആട്ടിടിയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പഹൽഗാമാണ് ആട്ടിടിയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന പ്രദേശം. സുദർശന ചക്ര എന്ന് വിളിക്കപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഏതാണ്? സുദർശൻ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഏതാണ്? S-400 ട്രയംഫ് ആണ്. എന്താണ്? S-400 ട്രംഫ് ആണ്. എന്ത്? സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നൽകിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം: നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? CEO ആരാണ്? അധ്യക്ഷൻ ആരാണ്? ആരൊക്കെയാണ്? അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് അല്ലേ. അപ്പോൾ ഉപാധ്യക്ഷൻ ആരാണ്? അശോക് കുമാർ ലാഹിരി. ആരാണ് ഉപാധ്യക്ഷൻ? അശോക് കുമാർ ലാഹിരിയാണ്. CEO ആരാണ്? നിധി ചിബ്ബർ ആണ്. ആരാണ്? നിധി ചിബ്ബർ ആണ് CEO. ഇത് മുഖ്യമായി ഓർത്തിരിക്കണം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. എന്താണ്? 2025 റിപ്പോർട്ട് ചെയ്ത ഗുരുത്വ തരംഗങ്ങൾ സാധാരണ ഉണ്ടാകുന്നത് ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാർ. ആരാണ്? AP അനിൽകുമാറാണ് കേരളത്തിൽ നിലവിൽ റവന്യൂ വകുപ്പ് മന്ത്രി. മഹാത്മാഗാന്ധി സർവകലാശാല അടുത്തിടെ D.Litt ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അടുത്തിടെ D.Litt ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? നടൻ മമ്മൂട്ടിയാണ്. നടൻ മമ്മൂട്ടിക്ക് നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് D.Litt ബിരുദം നൽകി ആദരിച്ചു. ആരെയാണ്? മമ്മൂട്ടിയാണ്. അപ്പോൾ നീതി ആയോഗിന്റെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, CEO ഇത് ഓർത്തുവെക്കണം. അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരിയാണ്. CEO നിധി ചിബ്ബറാണ്. ഇത് ഇനി വരുന്ന എക്സാമുകളിലും തീർച്ചയായും ചോദിക്കും. 13ാമത്തെ ചോദ്യം നോക്കുക. 13 ലഹരിക്കെതിരെ പോരാടാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ് ഓപ്പറേഷൻ തൂഫാൻ? എന്താണ്? ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് അല്ലേ. ഓപ്പറേഷൻ തൂഫാൻ എന്താണ്? ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? അതാണ് RBI ഡാറ്റ. എന്താണ്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? RBI ഡാറ്റ എന്നതാണ്. കൊക്കെയിൻ ആസക്തി ചികിത്സയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? കൊക്കെയിൻ ആസക്തി ചികിത്സയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ദൗത്യം ഏതാണ്? നാസയും ISROയും തമ്മിൽ നടത്തുന്ന ദൗത്യം നിസാർ ആണ് അല്ലേ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് അല്ലേ. നാസ ഇന്ത്യയിൽ നിന്ന് ISROയും നാസ അമേരിക്കയിൽ നിന്നും നടത്തുന്നു. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. നിസാർ ഏതൊക്കെ രാജ്യങ്ങൾ? നാസയും ISROയും മാത്രമല്ല, ഇന്ത്യയും ഏത് രാജ്യവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയും അമേരിക്കയുമാണ്. ഓർത്തുവെക്കുക നിസാർ. റിച്ചാർഡ് റോബ്സൺ ഏത് രാജ്യക്കാരനാണ്? 2025 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച റിച്ചാർഡ് റോബ്സൺ ഏത് രാജ്യക്കാരനാണ്? ഓസ്ട്രേലിയയാണ്. ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഇങ്ങനെ തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഒമർ M യാഗി ഏത് രാജ്യക്കാരനാണ്?
ഒമർ എം യാഗി ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം USA-കാരനാണ്, അമേരിക്കൻ വ്യക്തിയാണ് ഒമർ എം യാഗി. 2026 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച പീറ്റർ ഹോവിറ്റിന്റെ രാജ്യം ഏത്? എന്താണ്? 2026 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ച പീറ്റർ ഹോവിറ്റിന്റെ രാജ്യം ഏതാണ്? അദ്ദേഹം കാനഡയിൽ നിന്നുള്ള വ്യക്തിയാണ്. 2026 G7 ഉച്ചകോടിക്ക് വേദി ഏതാണ്? 2026 G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടമാണ്? അത് ഫ്രാൻസ് ആണ്. എവിടെയാണ്? ഫ്രാൻസ് ആണ്. 2026 G7 ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. അപ്പോൾ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ ഓർക്കണം. ഒമർ എം യാഗി അമേരിക്കൻ പൗരനാണ്. പീറ്റർ ഹോവിറ്റ് ഏത് രാജ്യക്കാരനാണ്? കാനഡയാണ്. 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? കാനഡയാണ്. 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകിയത് എന്തിനാണ്? 2025 രസതന്ത്ര നോബൽ സമ്മാനം നൽകിയത് എന്തിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന്. എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന്. എന്താണ്? MOFSന്റെ വികസനത്തിന്. സാഹിത്യത്തിനുള്ള 2025 നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യത്തിനുള്ള 2025 നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ലാസ്ലോ ക്രാസ്നോഫോർക്കെ. ആർക്കാണ്? ലാസ്ലോയ്ക്കാണ്. ലാസ്ലോയ്ക്ക് സാഹിത്യം. 2025 സാഹിത്യം ലാസ്ലോ ക്രാസ്നോഫോർക്കെ. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഒരാൾക്കെയാണ്? പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് അവിയോൺ, ജോയൽ മുക്കിൻ. ആർക്കൊക്കെയാണ് 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്? പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് അവിയോൺ, ജോയൽ മുക്കിൻ എന്നിവർക്കാണ്. 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണ്? 2026 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഫിലിപ്പീൻസ് ആണ്. ഏതാണ്? ഫിലിപ്പീൻസ് ആണ് 2026 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2026 നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് വേദി ഏത് നഗരമാണ്? അങ്കാറ. തുർക്കിയിലെ അങ്കാറയാണ് 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് നഗരമാണ്? അമേരിക്കയാണ്. മിയാമി. അമേരിക്കയിലെ മിയാമി എന്ന പ്രദേശമാണ് 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. ആരാണ്? ദീപ്തി ശർമ്മയാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. ആരാണ്? ദീപ്തി ശർമ്മയാണ്. 2026 ആസിയാൻ ഉച്ചകോടി വേദി ഫിലിപ്പീൻസ് ആണ്. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാറ, തുർക്കിയാണ്. G20 2026 ഉച്ചകോടിക്ക് വേദിയാവുന്നത് അമേരിക്കയിലെ മിയാമിയാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? ദീപ്തി ശർമ്മയാണ്. ഓർക്കണം. തുടർച്ചയായ 6 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ നേടിയ ആദ്യ പുരുഷ താരം ആര്? ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്താണ്? തുടർച്ചയായി 6 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ നേടിയ ആദ്യ പുരുഷ താരമാണ് റൊണാൾഡോ. ആഗോള ഓഹരി വിപണി മൂല്യത്തിൽ തായ്വാനെ മറികടന്ന് 5ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏത്? ആഗോള ഓഹരി വിപണി മൂല്യത്തിൽ തായ്വാനെ മറികടന്ന് 5ാം സ്ഥാനമെത്തിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണ്? ഇന്ത്യൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേര് എന്താണ്? നമോ ഗ്രീൻ ട്രെയിൻ. എന്താണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ S. ഫേസിയാണ്. എന്താണ്? ഫേസിയാണ് പ്ലാനറ്റ് എർത്ത് പുരസ്കാരം നേടിയ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. ഓക്കെ. അപ്പോൾ 6 ഫിഫ ലോകകപ്പിൽ തുടർച്ചയായിട്ട് ഗോൾ നേടിയ ആദ്യ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഓഹരി വിപണി മൂല്യത്തിൽ തായ്വാനെ മറികടന്ന് 5ാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, ഓർക്കണം. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി സെയിൻ നദിയാണ്. ഏത് നദിയാണ്? സെയിൻ എന്ന നദിയാണ്. കേരളത്തിലെ സർക്കാർ അടുത്തിടെ നിരോധിച്ച മരുന്ന് ഏതാണ്? ചുമയ്ക്കുള്ള മരുന്ന് ഈ അടുത്തിടെ നിരോധിച്ചു. ഏതാണ്? റെസ്പി ഫ്രഷ് TR. ഏതാണ്? റെസ്പി ഫ്രഷ് TR. കേരളത്തിലെ സർക്കാർ അടുത്തിടെ നിരോധിച്ച ചുമയ്ക്കുള്ള മരുന്ന് ഏതാണ്? റെസ്പി ഫ്രഷ് TR എന്നതാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? 2025 G20ക്ക് വേദിയായ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ് 2025 G20 ഉച്ചകോടിക്ക് വേദിയായത്. ബൻജാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്?
ബഞ്ചാര വിരാസത്ത് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ മ്യൂസിയമാണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം. എല്ലാം PYQ ആണ്, നോക്കണം. ഓക്കെ. 2024 ഒളിമ്പിക്സ് ഗെയിംസിന് ഉദ്ഘാടന ചടങ്ങിന് വേദിയായത്? 2024 ഒളിമ്പിക്സ് എവിടെയായിരുന്നു? പാരീസിലായിരുന്നു അല്ലേ? വേദി ഏതാണ്? സെയിം നദിയാണ്, ഓർക്കുക. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ഏതാണ്? ഏതാണ്? ലോക് ഭവൻ. എന്താണ്? കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണ്? ലോക് ഭവൻ എന്നാണ്. 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി വേദിയാകുന്ന ആദ്യ ഫിഫ ലോകകപ്പാണ് 2026. അമേരിക്ക, മെക്സിക്കോ, കാനഡ വേദി. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് അല്ലേ? ജ്ഞാനേഷ് എന്നും കാണാറുണ്ട്, ജ്ഞാനേഷ് കുമാർ എന്നും കാണാറുണ്ട്. ആണ് ശരി. ജ്ഞാനേഷ് കുമാറാണ് 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ എ കൗശികൻ. ആരാണ്? ഡോക്ടർ എ കൗശികൻ ആണ് കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. ചോദിച്ചതാണ്. കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പേര് കൗശികനാണ്. ISROയ്ക്ക് കീഴിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ LPSCയുടെ ഡയറക്ടർ ആരാണ്? എന്താണ്? ISROയ്ക്ക് കീഴിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ LPSC ഡയറക്ടർ ആരാണ്? N ജയൻ ആണ്. ആരാണ്? N ജയൻ ആണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ഹേഗ്. ഹേഗ് എവിടെയാണ്? നെതർലാൻഡിലാണ്. ഹേഗ് നെതർലാൻഡാണ് 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത്. 2025 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ബ്രസീലാണ് അല്ലെ? റിയോ ഡി ജനീറോ, ബ്രസീലാണ് 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ അംഗമായ 27ാമത് രാജ്യം ഏതാണ്? എന്താണ്? ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ അംഗമായ 27ാമത്തെ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. എന്താണ്? ബംഗ്ലാദേശാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ 27ാമത് അംഗമായത്. രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. അപ്പോൾ ഇതിന്റെ വേദികൾ ഓർത്തുവെക്കുക. ഭൗതിക ശാസ്ത്രത്തിനുള്ള വുൾഫ് പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജനാര്? ഭൗതിക ശാസ്ത്രം, ഫിസിക്സിന് വുൾഫ് പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജനാരാണ്? ആരാണ്? ജൈനേന്ദ്ര കെ ജെയിൻ ആണ്. ആരാണ്? ജൈനേന്ദ്ര കെ ജെയിൻ ആണ് ഭൗതിക ശാസ്ത്രത്തിലെ വുൾഫ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ. രസതന്ത്ര നോബൽ ജേതാവായ സുസുമി കിറ്റഗാവ ഏത് രാജ്യക്കാരനാണ്? രസതന്ത്രം, കെമിസ്ട്രി നോബൽ ജേതാവായ സുസുമി കിറ്റഗാവ ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം ജപ്പാനാണ്. സുസുമി ജപ്പാൻ. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോൾ നേടിയ ആദ്യ താരം ആരാണ്? ഓക്കെ. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 7 മത്സരത്തിൽ ഗോൾ നേടിയ ആദ്യ താരം മെസ്സിയാണ്. ആരാണ്? ലയണൽ മെസ്സിയാണ്. കേരളത്തിലെ ലഹരി ശൃംഖലകളെ അമർച്ച ചെയ്യാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധന ഏതാണ്? ഓപ്പറേഷൻ തണ്ടർ ആണ്. എന്താണ്? ഓപ്പറേഷൻ തണ്ടർ ഏതാണ്? കേരളത്തിലെ ലഹരി ശൃംഖലകളെ അമർച്ച ചെയ്യാനായിട്ട് എക്സൈസ് വകുപ്പിന്റെ പരിശോധനയാണ് ഓപ്പറേഷൻ തണ്ടർ. ഓർത്തുവെക്കണം, മാറിപ്പോവരുത്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം ഏതാണ്? മോഡൽ ബോർഡർ വില്ലേജ് ഏതാണ്? ചുമ്മൂർ ആണ്. ഏതാണ്? ചുമ്മൂർ. എവിടെയാണ്? ലഡാക്കിലാണ് അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം എവിടെയാണ്? ലഡാക്കിലെ ചുമ്മൂർ ആണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? 16ാമത് നിലവിലെ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ആണ്. ആരാണ്? അരവിന്ദ് പനഗരിയ 16ാമത് ധനകാര്യ കമ്മീഷനാണെന്ന് ഓർത്തുവെക്കുക. എത്രാമത്തതെന്ന് ചോദിച്ചാൽ 16ാമത്തത് എന്ന് എഴുതണം. കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ 2024 ആരാണ്? എന്താണ്? കേരള സംസ്ഥാനത്തിലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ എ ഷാജഹാൻ ആണ്. ആരാണ്? എ ഷാജഹാൻ ആണ്. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. എന്താണ്? 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ പേരെന്താണ്? അരവിന്ദ് പനഗരിയാണ്. ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം ഏതാണ്? മോഡൽ ഗ്രാമം ഏതാണ്? ചിമ്മൂറാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയും ജേതാക്കളുമാരാണ്? ഇന്ത്യ വേദിയായി ഇന്ത്യ ജയിച്ചു. എന്താണ്? 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയും ആരാണ്? ഇന്ത്യയാണ്. ജയിച്ചതാരാണ്? ഇന്ത്യ തന്നെയാണ്.
2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ സഞ്ജു സാംസൺ ആണ്. നമ്മുടെ സഞ്ജു സാംസൺ ആണ് 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. നെക്സ്റ്റ്, കെ സ്മാർട്ട് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പദ്ധതിയാണ്. എന്താണ് കെ സ്മാർട്ട് പദ്ധതി? എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പദ്ധതി ഏതാണ്? കെ സ്മാർട്ട് ആണ്. തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിൻ ആരുടെ സംയുക്ത പദ്ധതിയാണ്? തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പയിൻ ആരുടെ സംയുക്ത പദ്ധതിയാണ്? സംസ്ഥാന കുടുംബശ്രീ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നതാണ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിർഭയ എന്ന പദ്ധതി. ഇന്ത്യൻ ബഹിരാകാശ സംഘടന ISRO വികസിപ്പിച്ച ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ. ഭുവൻ എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ സംഘടന ISRO വികസിപ്പിച്ച ജിയോ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഭുവൻ എന്നാണ്. 2024 ജനുവരിയിൽ മഡഗാസ്കറിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? എന്താണ്? അൽവാരോ മഡഗാസ്കർ. 2024 മഡഗാസ്കറിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? അൽവാരോ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയ താരം ആരാണ്? മനു ഭാക്കർ ആണ് അല്ലേ? മനു ഭാക്കർ ആണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? മനു ഭാക്കർ ആണ്. നിർഭയ പദ്ധതി ആർക്കുള്ളതാണ്? സ്ത്രീ സുരക്ഷയ്ക്ക് ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിർഭയ എന്ന പദ്ധതി. ഓർക്കണം. മഡഗാസ്കറിൽ വന്ന കാറ്റാണ് ഏതാണ്? ചുഴലിക്കാറ്റാണ് അൽവാരോ. ഓക്കെ. 61. ഒരു ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ തന്നെയാണ് ഒരു ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഓക്കെ. 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് കുമാർ ആണ് അല്ലേ? സന്തോഷ് കുമാർ ആണ് 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് കുമാറിനാണ്. വയലാർ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ് അല്ലേ? വയലാർ പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. 2024 ജെസ്സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ജെസ്സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശാരദയ്ക്കാണ്. ശാരദയ്ക്കാണ് 2024 ജെസ്സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ശാരദയാണ്. അപ്പോൾ ഒരു ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ. ഏത് ഒളിമ്പിക്സ് ആണ്? ഇപ്പോൾ 2024 ഏറ്റവും ഫൈനലിൽ കഴിഞ്ഞിട്ടുള്ള പാരീസ് ഒളിമ്പിക്സിലാണ് എന്ന് ഓർത്തു വയ്ക്കണം. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ ഫിലിം ഏതാണ്? പിറവി ആണ് അല്ലേ? ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ ഫിലിം ഏതാണ്? പിറവി ആണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷൻ ആണ് 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ ആണ് 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. തിരുവിഴ ജയശങ്കർ. 2024 രുദ്രസാത്വികം എന്ന കൃതിയുടെ കർത്താവ് ആര്? പ്രഭാവർമ്മ. പ്രഭാവർമ്മയാണ് 2024 രുദ്രസാത്വികം എന്ന കൃതിയുടെ കർത്താവ്. പ്രഭാവർമ്മയാണ്. അപ്പോൾ 2024 ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ. 2026 ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. 2024 മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആര്? 2024 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത് ആരാണ്? ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത് ആരാണ്? ഋഷഭ് ഷെട്ടി. ഋഷഭ് ഷെട്ടിയാണ് 2024 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത്. 2024 മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത് ഏത് ഫിലിമാണ്? ആട്ടം ആണ്. ആട്ടത്തിനാണ് 2024 മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത്. ആട്ടം ആണ്. 2025 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകിയ രാജ്യം ഏത്? 2025 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം മലേഷ്യയാണ്.
മലേഷ്യയാണ് 2025 ASEAN ഉച്ചകോടിക്ക് വേദിയായത്. 2025 AI ഉച്ചകോടിയുടെ വേദി ഏത്? 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത്? ഫ്രാൻസ് ആണ്. എന്താണ്? 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. ഓർത്തു വയ്ക്കണം. 2026 AI ഉച്ചകോടിക്ക് വേദി ഏതാണ്? ഇന്ത്യയാണ്. എന്താണ്? 2026 AI ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഇന്ത്യയിലാണ്. എവിടെയാണ്? ഇന്ത്യയാണ് AI ഉച്ചകോടിക്ക് ഈ വർഷം വേദി. ലഹരി മാഫിയകൾക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ഇതാണ്. മയങ്ങില്ല കേരളം. എന്താണ്? മയങ്ങില്ല കേരളം. എന്താണ്? ലഹരി മാഫിയകൾക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് മയങ്ങില്ല കേരളം. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിലെ ആരോഗ്യ നിരീക്ഷണം ശക്തമാക്കാൻ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? എയർ സുവിധി 2.0. എന്താണ്? എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിലെ ആരോഗ്യ നിരീക്ഷണം ശക്തമാക്കാനായിട്ട് ആരംഭിച്ച പോർട്ടലാണ് എയർ സുവിധി 2.0. മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 ബാധിച്ച വ്യക്തി എത്തിയത് ഏത് രാജ്യത്തിൽ നിന്നാണ്? UAE. UAEയിൽ നിന്നാണ് ഏത് രോഗം റിപ്പോർട്ട് ചെയ്ത എംപോക്സ് രോഗി വന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ഏത്? ക്രിസ്റ്റി കവൻട്രി. ഇപ്പോഴും ഒളിമ്പിക്സിൽ നിലനിൽക്കുന്ന വ്യക്തിയാണ്. അന്താരാഷ്ട്ര പ്രസിഡന്റാണ് കേട്ടോ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രി. നിലവിൽ ഇവർ തന്നെയാണ്. ഓർക്കണം. 2025 വനിതാ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 2025 വനിതാ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ആരാണ്? ഇന്ത്യയാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആര്? എന്താണ്? 2025 വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് 2025 വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. 2025 വനിതാ ഏകദിന ലോകകപ്പ് ഫൈനൽ നടന്ന സ്റ്റേഡിയം ഏതാണ്? DY പാട്ടീൽ സ്റ്റേഡിയം. എന്താണ്? DY പാട്ടീൽ സ്റ്റേഡിയമാണ് 2025 വനിതാ ഏകദിന ലോകകപ്പ് ഫൈനൽ വേദി. 2026 വൂൾഫ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ നമ്മൾ പറഞ്ഞു അല്ലേ? ജൈനേന്ദ്ര കെ ജെയിൻ ആണ് അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിന് എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയാണ്. എന്താണ്? 5 ലക്ഷം രൂപയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരൻപിള്ള. 33ാമത് പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? KG ശങ്കരപിള്ളയാണ്. 2024 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിൽ. കാട്ടൂർ കടവ് എഴുതിയ അശോകൻ ചരുവിലിനാണ് 2024 വയലാർ പുരസ്കാരം നേടിയത്. ആരാണ്? അശോകൻ ചരുവിൽ, കാട്ടൂർ കടവ്. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ഓർക്കുക, KG ശങ്കരൻപിള്ളയാണ്. 2024 വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിൽ, കൃതി കാട്ടൂർ കടവാണ്. ഓർത്തു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് 85ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 85 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെ? 2025 കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസൂമി കിറ്റഗാവ, നമ്മൾ പറഞ്ഞു ജപ്പാൻ സ്വദേശി അല്ലേ. റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗിയിലെ ഇവരുടെയൊക്കെ സ്വദേശി നമ്മൾ പറഞ്ഞു, ഓർത്തു വെക്കണം. 2025 കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസൂമി കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവർക്കാണ്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ജോയൽ മുഖീറിന്റെ രാജ്യം ഏതാണ്? നെതർലാൻഡ് ആണ് അല്ലെ. നെതർലാൻഡാണ് 2025 എക്കണോമിക്സിൽ നോബൽ സമ്മാനം ലഭിച്ച ജോയലിന്റെ രാജ്യം ഏതാണ്? നെതർലാൻഡാണ്. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ സംയോജിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സേഹത്ത് മിഷൻ. എന്താണ് സേഹത്ത് മിഷൻ? എന്താണ്? കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ സംയോജിപ്പിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് സേഹത്ത് മിഷൻ. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് പദ്ധതി?
കതിർ ആണ്. കതിർ എന്താണ്? വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതിയിലേക്കും അടുപ്പിക്കാനായിട്ടുള്ള പദ്ധതിയാണ് കതിർ. ദി സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദി സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശുഭാംശു ശുക്ലയാണ്. ആരാണ്? ശുഭാംശു ശുക്ലയുടെ കൃതിയാണ് ദി സെക്കൻഡ് ഓർബിറ്റ്. 2025 ഒക്ടോബറിൽ കേരളത്തിൽ പോളിയോ നിർമ്മാർജ്ജന ഡ്രൈവിൽ ലക്ഷ്യമിട്ട കുട്ടികളുടെ എണ്ണം എത്രയാണ്? 5 വയസ്സിന് താഴെ 21 ലക്ഷം കുട്ടികളാണ് 2025 കേരളത്തിലെ പോളിയോ നിർമ്മാണ ഡ്രൈവിൽ ലക്ഷ്യമിട്ട കുട്ടികളുടെ എണ്ണം. PYQ ആണ്, ഓർക്കണം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. ആർക്കാണ്? SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2025 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാൽ. ആർക്കാണ്? മോഹൻലാലാണ് 2025 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി. ആരാണ്? മോഹൻലാലാണ്. ഏറ്റവും ഓർക്കേണ്ടത് ശുഭാംശു ശുക്ലയുടെ കൃതി ഏതാണ്? ദി സെക്കൻഡ് ഓർബിറ്റ് എന്നാണ് ഇതിൽ ഓർക്കേണ്ടത്. എഴുത്തച്ഛൻ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ലഭിച്ചത് SK വസന്തനാണ്. 2025 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ഓർക്കണം, മോഹൻലാലാണ്. 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർ. MTക്കാണ് 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ചത്. ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. 2023 ജെസ്സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി എൻ കരുൺ. ആർക്കാണ്? ഷാജി എൻ കരുൺ ആണ് 2023 ജെസ്സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ആരാണ്? ഷാജി എൻ കരുൺ ആണ്. സ്വദേശി സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? സ്വദേശി സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? KSFE ആണ്. KSFE ആണ് സ്വദേശി സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. KSFE ആണ്. സ്നേഹപൂർവം പദ്ധതി ആർക്കാണ് ധനസഹായം നൽകുന്നത്? ആർക്കാണ്? മാതാപിതാക്കളിൽ ഒരാൾ മരണമടഞ്ഞ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന പദ്ധതി. എന്താണ്? മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെടുകയോ ചെയ്താൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. മരണപ്പെടുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കോ എന്നാണ്. ഓക്കെ. ജീവനി പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ്? ജീവനി എന്ന പദ്ധതി എന്തിനുള്ളതാണ്? വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിന്. എന്താണ്? ജീവനി പദ്ധതി ആർക്കുള്ളതാണ്? വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതിയാണ് ജീവനി എന്ന പദ്ധതി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായുള്ള പദ്ധതി ഏതാണ്? ജ്യോതി. എന്താണ്? ജ്യോതി എന്ന പദ്ധതി അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള പദ്ധതിയാണ് ജ്യോതി എന്ന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഈ അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? വിശ്വനാഥ് സിൻഹ. ആരാണ്? വിശ്വനാഥ് സിൻഹയാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. ഇപ്പോൾ നമ്മൾ ഒരു 100ഓളം ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് 101ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം. എന്താണ്? ഇൻസാറ്റ് 3DS എന്തിനുള്ളതാണ്? കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ളതാണ്. മിഷൻ സുദർശൻ ചക്ര എന്താണ്? മിഷൻ സുദർശൻ ചക്ര എന്താണ്? ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് മിഷൻ സുദർശൻ ചക്ര. എന്താണ്? ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ്. COVID-19 പരിശോധനയ്ക്കായി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പരിശോധന ഏതാണ്? ആറാണ്. എന്താണ്? RT-PCR ആണ് അല്ലേ? RT-PCR ആണ് COVID-19 ചികിത്സയ്ക്കായിട്ടുള്ള പരിശോധന. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നത് എപ്പോഴാണ് വോട്ട് എണ്ണിയത്? എപ്പോഴാണ്? 2024 ഏപ്രിൽ 26 അല്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നത് എപ്പോഴാണ്? 2024 ഏപ്രിൽ 26 അപ്പോൾ ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥയ്ക്കുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടെണ്ണൽ നടന്നത് എപ്പോഴാണ്? 2024 ജൂൺ 4 യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഏതാണ്? കോഴിക്കോടാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാ?
സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഏതാണ്? സൗദി അറേബ്യയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്താണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. ഓക്കെ, അപ്പോൾ യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോടാണ്. മിക്കവാറും അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ഓർത്ത് വയ്ക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാളം മിഷൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംരംഭമാണ്? എന്തിനുള്ളതാണ്? ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷ പഠനം ലഭ്യമാക്കാനായിട്ടാണ് അല്ലേ? മലയാളം മിഷൻ എന്തിനുള്ളതാണ്? ലോകത്തെല്ലാവിടെയുള്ള മലയാളികൾക്ക് മാതൃഭാഷ പഠനം ലഭിക്കാനുള്ള പദ്ധതിയാണ് മലയാളം മിഷൻ. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് നൽകിയ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഓപ്പറേഷൻ സിന്ദൂർ. പേരിട്ടതാണ് നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്ത ഫോർട്ട് വില്യം എവിടെയാണ്? വില്യം കോട്ട എവിടെയാണ്? കൊൽക്കത്തയിലാണ്. എന്താണ്? ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം കോട്ട എവിടെയാണ്? കൊൽക്കത്തയിലാണ്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുമായി സാമ്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആർ രാജശ്രീയുടെ നോവൽ ഏതാണ്? ആത്രേയം. ഇത് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ആത്രേയം. എന്താണ്? മഹാഭാരതത്തിലെ ശിഖണ്ഡിയുമായി സാമ്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആർ രാജശ്രീയുടെ നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ആത്രേയം. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ കൃതി ഏതാണ്? ലാബാണ്. ലാബിനാണ് എന്ത് കിട്ടിയത്? ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2025 നേടിയത് ഏതാണ്? കൃതി ലാബാണ്. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചവരിൽ ഒരാൾ ആരാണ്? ജോൺ ക്ലാർക്കാണ്. ആർക്കാണ്? ജോൺ ക്ലാർക്കിന് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? 2025 ഫിസിക്സ് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ജോൺ ക്ലാർക്ക്. 2025 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച മറ്റൊരാൾ ആരാണ്? ജോൺ എം മാർട്ടിനസ്. ആരാണ്? ജോൺ എം മാർട്ടിനസിന് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? 2025 ഫിസിക്സ് നോബൽ ലഭിച്ചിരിക്കുന്നു. 2025 ഫിസിക്സ് നോബൽ ലഭിച്ച മറ്റൊരു വ്യക്തി ആരാണ്? മൈക്കൽ എച്ച് ഡബോറൈറ്റ്. ആർക്കൊക്കെയാണ് ഇപ്പോൾ ഫിസിക്സ് നോബൽ ലഭിച്ചത്? ജോൺ ക്ലാർക്ക്, ജോൺ എം മാർട്ടിനസ്, മൈക്കൽ എച്ച് ഡബോറൈറ്റ്. ഇവർക്ക് എന്താണ് ലഭിച്ചത്? 2025 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓർത്തുവെക്കണം. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ കൃതി മുഖ്യമായും ഓർത്തുവെക്കണം. ഏതാണ്? ലാബാണ്. ലാബിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതിൽ ഒരാൾ ആരാണ്? മേരി ഇ ബ്രൂൺകോ. എന്താണ്? മെഡിസിൻ പുരസ്കാരം ലഭിച്ചതിൽ ഒരാൾ മേരി എം ബ്രൂൺകോ ആണ്. മറ്റൊരാൾ ആരാണ്? ഫ്രൈഡ് റാംസഡൽ. ആരാണ്? ഫ്രൈഡ് റാംസഡലിനാണ് ലഭിച്ചത്. ഓക്കെ, മെഡിസിന് പുരസ്കാരം ലഭിച്ചത് 3 പേരുണ്ട് അല്ലേ? മൂന്നാമത്തെ വ്യക്തി ആരാണ്? ഷിമോൺ സബാഗുച്ചി. ആരാണ്? ഷിമോൺ ആണ്. അപ്പോൾ ഒന്ന് മേരി എം ബ്രൂൺക്രോ, രണ്ടാമത്തെ ആള് ഫ്രൈഡ് റാംസഡൽ, മൂന്നാമത്തെ വ്യക്തി ഷിമോൺ സബാഗുച്ചി. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതിൽ ഒരാൾ ഫിലിപ്പ് അവിയോൺ ആണ്. എക്കണോമിക്സിൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. 2025 എക്കണോമിക്സിന് നോബൽ ഫിലിപ്പിന് ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 2025 തന്നെ എക്കണോമിക്സിന് മറ്റു നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പീറ്റർ ഹോവിറ്റ്. ആരാണ്? പീറ്റർ ഹോവിറ്റിനാണ് ലഭിച്ചത്. അപ്പം മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ട് അല്ലേ? ജോയൽ മുഖീനാണ്. ഇത് കുറേ പ്രാവശ്യം പറഞ്ഞു അല്ലേ? ജോയൽ മുഖീൻ. ആൾക്ക് എക്കണോമിക്സ് നോബലാണ് ലഭിച്ചത്. 2025 ഫിസിക്സിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡബോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർ ഏത് വിഷയത്തിനാണ് ലഭിച്ചത്? ഏതിനാണ്? ഫിസിക്സിനാണ് അല്ലേ? കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു ഫിസിക്സിനാണ്. 2025 രസതന്ത്രത്തിനുള്ള നോബൽ തെറ്റിയതാണ്. രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസുമി കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവരാണ്. ഓർത്തുവയ്ക്കുക. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. തീർച്ചയായും ഇനി വരുന്ന എക്സാമുകൾ ഇതിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യോത്തരങ്ങൾ വരിക. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് നന്നായി എഴുതുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.